പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ ഹർജി സമർപ്പിക്കുന്നതിലെ കാലതാമസം എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. കോടതി കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കോടതി നൽകുന്നുണ്ട്. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. രാഖി, ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് 2024 ഒക്ടോബർ മാസമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അടുത്തിടെ ജൂലൈ 10-ാം തീയതി ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കൂടി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടിയാണ് ഹർജി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം ആയിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച കോടതി ഈ 7 ലക്ഷം രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കമ്മീഷൻ ഉത്തരവിട്ടത് ഒക്ടോബർ മാസമാണ്, 2024 ഒക്ടോബറിലാണ്. എന്തുകൊണ്ടാണ് ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കാൻ ഇത്രയധികം കാലതാമസം ഉണ്ടായതെന്നുള്ള ഒരു ചോദ്യവും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു മറുപടി സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. 10 ദിവസത്തിനുള്ളിലാണ് ഈ നഷ്ടപരിഹാര തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ സംസ്ഥാന സർക്കാർ കെട്ടിവെക്കേണ്ടത്. അതിനുശേഷം ഹൈക്കോടതി ഈ ഹർജിയിന്മേലുള്ള വാദം കേൾക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന സന്ദീപ് വചസ്പതി അപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. കേസുമായിട്ട് നേരിട്ട് ഇദ്ദേഹത്തിന് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഈ നഷ്ടപരിഹാരത്തിന് ഉത്തരവിടാൻ യാതൊരു നിയമപരമായിട്ടുള്ള ബാധ്യതയും അധികാരവുമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം. മറ്റൊന്ന്, ഒന്നുകിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്താൻ സാധിക്കുന്നത് സ്വമേധയാ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം, അതുമല്ലെങ്കിൽ ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരുടെ പരാതിയിന്മേലാണ്. ഇക്കാര്യത്തിൽ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു സർക്കാർ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റ് 2-3 വാദഗതികൾ. എന്തായാലും ഈ വാദങ്ങളിലേക്കൊന്നും ഹൈക്കോടതി കടന്നിട്ടില്ല. മറിച്ച് ഈ നഷ്ടപരിഹാര തുക 7 ലക്ഷം രൂപ, ആ നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ്. ആ തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് ഹൈക്കോടതി തീരുമാനം എടുത്തിരിക്കുന്നത്. 7 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ കെട്ടിവെക്കുകയും ഈ ഹർജി സമർപ്പിക്കാനായിട്ടുണ്ടായ കാലതാമസം അതിനുള്ള വിശദീകരണം നൽകുകയും വേണമെന്നാണ് സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുള്ള നിർദ്ദേശം. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ കെട്ടിവെക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ ഹർജി സമർപ്പിക്കുന്നതിലെ കാലതാമസം എന്തുകൊണ്ടെന്ന ചോദ്യം സർക്കാരിനോട് കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തത വരുത്തണം. രേഷ്മ ബാബുവാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.